പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തിയൊക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചെയ്യട്ടെ. കർത്താവെ, കുടുംബത്തിൻ്റെ ജീവസന്ധാന മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്, ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്ക് വിസ പ്രോസസ്സിങ് നടക്കുന്നവരുണ്ട്, അത് വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. ഈശോയെ, നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ളവരുണ്ട്. ഈശോയെ, നാട്ടിലെ വീട് പോലും വിറ്റുപോയവരുണ്ട്. ഈശോയെ, ഇങ്ങനെ പലതരത്തിൽ വേദനിക്കുന്നവർ സങ്കടത്തോടെ അങ്ങയുടെ ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, അങ്ങയ്ക്ക് മാത്രം ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളിൽ മനുഷ്യൻ്റെ പാപങ്ങളും പുണ്യങ്ങളും നോക്കാതെ കർത്താവെ അങ്ങ് ഇടപെട്ടുകൊണ്ട് അവർ നിലനിർത്തണമേ എന്ന് കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥതയായി ഈശോ നാമത്തെ പ്രാർത്ഥിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരനെ നയിക്കുവാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത സബ്ജക്റ്റ് റോമ 4:20. അതായത് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും. അപ്പം നമ്മളവിടെ കണ്ടത് വിശ്വാസം എന്നുള്ളത് അനുദിനം ശക്തി പ്രാപിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം ശക്തി പ്രാപിക്കണത് എങ്ങനെയാണ് നമ്മൾ ശക്തി പ്രാപിക്കണത്? റോമ 4:20 എന്താണ് പറയണത്? അതിന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയുമ്പോൾ നമ്മുടെ മഹത്വത്തെ അടിയറവ് വെക്കുകയാണ് ചെയ്യണം സാധാരണ. അല്ല, യേശുവേ സ്വസ്ത്രം എന്ന് പറയണമല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എപ്പോഴായാലും നമ്മുടെ മഹത്വത്തിന് മങ്ങലേൽക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ അന്തസ്സത്ത എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്.
അപ്പം നിനക്ക് മക്കളില്ല എന്ന് വിചാരിച്ചോ? മക്കളില്ലാത്തത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് എടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ നമ്മുടെ മഹത്വത്തിൽ ഒരു മങ്ങലില്ല അവിടെ. മക്കളില്ലാത്തവരാണ് ആൾക്കാർ വിളിക്കും മച്ചിയാണ്. മക്കളില്ലാത്തവർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ ചോരയ്ക്ക് വേണ്ടി കാത്തിരിക്കും. എത്ര കുടുംബങ്ങളിലാണെന്നറിയാം മക്കളില്ലാത്തവരെ അവരെ ആക്ഷേപിക്കുകയും ചെയ്യും, അവരുടെ സ്വത്ത് അടിച്ചു മാറ്റുകയും ചെയ്യും. അതൊക്കെ അവർ സങ്കടങ്ങളൊന്നും ആരും പറയത്തില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള സത്യങ്ങളാണ് അതൊക്കെ. നിങ്ങളാരോട് അവരോട് അതിൻ്റെ പേരിൽ അവരെ കഴുത്തേക്കാറൊന്നും നിൽക്കണ്ട കേട്ടോ. അവർ കർത്താവിൻ്റെ ഒരു വാക്കില്ലേ, നിങ്ങൾ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. യോഹന്നാൻ 13:27. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. സാത്താൻ അവൻ്റെ കളത്തിൽ ഇറങ്ങിയ ആള്. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഇതൊരു നിലപാടാണെന്ന് അറിയാവോ? അപ്പോൾ നമുക്കൊരു ക്രിസ്തീയ നിലപാടുണ്ട്. എന്താണ്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. അതാണ് ഈശോയുടെ നിലപാട്. നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അടുത്ത അതേ വിഷയം, ആ പ്രമേയം വേറെ സ്ഥലത്ത് പറയുമ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ്. മത്തായി 26:24 വായിച്ചോളൂ. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. അത്രേ ഉള്ളൂ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നിലപാട് രൂപപ്പെട്ട് തന്നെ കർത്താവിൻ്റെ ഒരു നിലപാട് കണ്ട. യോഹന്നാൻ 13:27 എന്താ പറയണത്? നെഗറ്റീവ് പവേഴ്സിനോടും ഇടപെടലിനോടും പറയും, നീ ചെയ്യാനുള്ള വേഗം ചെയ്യുക എന്ന്. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ 26:24 കൂട്ടി വെക്കുന്നത്. എന്താണ്? നീ ചെയ്യാനുള്ള വേഗം ചെയ്യുക, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അപ്പോഴേ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കണത്? ഇവർക്ക് വിശ്വാസമില്ലെങ്കിലും നമ്മൾക്ക് ഈ പ്രിൻസിക്കാണ് വിശ്വാസം ഇല്ലെന്ന് പറയണത്. പക്ഷേ ആർക്കാണ് വിശ്വാസം ഉള്ളത്? ജിൻസിക്ക് വിശ്വാസമുണ്ട്. അവൾ പറയണ എൻ്റെ വിശ്വാസത്തിലാണ് ഇത് വർക്കൗട്ട് ചെയ്തിരിക്കണമെന്ന് പറയും. നിങ്ങൾ ഈ വർഷം കയറിപ്പോകുമെന്ന് പറയും. അത് അവരുടെ വിശ്വാസത്തിലല്ല. ആരാണ് ചെയ്ത് കൊടുത്തവൻ്റെ, അവിടെ നെറ്റിക്ക് കുരിശിട്ടവൻ്റെ ഇട്ടവളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്യാരണ്ടി ചെയ്യണത്. അന്ന് രാത്രി ഒരു സംഭവം നടക്കും. അന്ന് രാത്രി ഈ പ്രിൻസിയുടെ നെറ്റിയിൽ കുരിശിട്ട ദിവസം രാത്രി ഒരു സംഭവം നടക്കും. ഒരു ചേടത്തി വരും ബെഡ്റൂമിലേക്ക് രാത്രി ദർശനത്തിലാണ്. അവർ ജുമ്മ വന്ന് കയറി ഇറങ്ങിപ്പോകും. കുറച്ച് കഴിയുമ്പോൾ അവിടെ മരിച്ചുപോയ അവിടെ അമ്മായിയപ്പൻ ഇവളുമായിട്ട് കൊണ്ട വൈരാഗ്യമായിരുന്നു. അവളുടെ ആ വൈരാഗ്യം ഇപ്പോഴും ഇവളുടെ മനസ്സിലുണ്ട്. പക്ഷെ ആ മനുഷ്യൻ സ്വപ്നത്തിൽ വരും. ഞാൻ പറയും, പ്രിൻസി എല്ലാം ശരിയാവും. അപ്പോഴും മനസ്സിലായി. ഇത് ഉടനെ ജിൻസിനെ വിളിച്ച് ഇവൾക്കാണെങ്കിൽ വല്ലാത്ത രീതിയിൽ ഷിവർ ചെയ്യാൻ തുടങ്ങി. ഈ കാഴ്ചയോടുകൂടി ഭയങ്കര ഭീതിപ്പെടും. അതായത് സന്തോഷകരമായ സുഗതമായ എന്നാൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ഭീതിതമായ ഒരു കാഴ്ചയാണ്. ഒരു സ്ത്രീ വന്ന് ഇറങ്ങിപ്പോകുന്നു. അത് പോയി സെക്കൻഡുകൾക്കുള്ളിൽ മരിച്ചുപോയ അമ്മായിയപ്പൻ സ്വപ്നത്തിൽ വന്നിട്ടും പറയും, പ്രിൻസി എല്ലാം ശരിയാകും. ഇത് പറയണ കൂടി
ഇവർക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വരും. ഇവർ തിരിച്ച് വിളിക്കും. രാവിലെ എഴുന്നേറ്റ് ജിൻസിയെ വിളിക്കും. ജിൻസി, ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, ഒന്നും നോക്കണ്ട, അത് മാതാവാണെന്ന് പറയും. ഒന്നും നോക്കണ്ട, അത് മാതാവാണെന്ന് പറയും. ഇനിയിപ്പോൾ കുഴപ്പമില്ല, പെട്ടെന്ന് ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യാൻ പറയും. ന്യൂസിലൻഡിലേക്ക് ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യാൻ പറയും. അപ്പോഴുടനെ ഇവർക്ക് പേടി, പരീക്ഷ ജയിക്കുകയോ ഇല്ലയെന്ന്. പരീക്ഷയ്ക്ക് അമ്മ ജയിപ്പിച്ചിരിക്കും. എന്താണ്? സഞ്ചാരി മാതാവാണ്. നിൻ്റെ 39 വയസ്സ് 40 വയസ്സൊന്നുമല്ല. അമ്മ ഫയലെടുത്ത് പച്ചമണിക്ക് ഒപ്പിട്ട് കഴിഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്താൽ കണ്ട് നമ്മൾ മുന്നോട്ട് പോകും. എല്ലാ സ്ഥലങ്ങളിലും പച്ചടിച്ച് പോകും. എന്താ കാര്യം? ആൾ ഓൺലൈനിൽ നിൽക്കുകയല്ലേ. അവൾ പരീക്ഷ എഴുതി. ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിൽ അവൾ പരീക്ഷ ജയിച്ച്. അപ്പോൾ ഉടനെ ഇവള് എല്ലാ സാധനവും എടുത്ത് പേപ്പറെല്ലാം റെഡിയാക്കി ഏജൻസിക്ക് കൊടുത്തപ്പോൾ ഏജൻസി പറഞ്ഞ്, ഇത് ANM അല്ലേ, ഇത് നിങ്ങളിവിടെ ഹോം നേഴ്സല്ലേ, നിങ്ങൾ സർവീസ് നേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ സർവീസ് നേഴ്സായിരുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഓരോരുത്തരാണ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അറിയാം കള്ള സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ കുമ്പനാട് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഏത് യൂണിവേഴ്സിറ്റി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലേ, ആരാണ്ട് എഴുതി കൊടുക്കണതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കാരണം ഇപ്പോൾ സായിപ്പിനും ഇസ്തായക്കാർക്കും അറിയാം ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം കള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയും. പിന്നെ നിങ്ങൾക്ക് പണി തരാതിരിക്കാൻ വേണ്ടി അവർക്ക് അവിടെ കോവിഡ് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ മരിച്ചു പോയത് കാരണം നിങ്ങളെ കളയാൻ പറ്റാത്തത് കൊണ്ട് അവരങ്ങ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴായാലും നമുക്ക് പണി കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെന്നാ ചോദിച്ചിരിക്കണമെന്ന് അറിയാം, ഇവരോട് പ്രിൻസിയോട് ചോദിച്ചിരിക്കണത്, അവർ പറഞ്ഞു നിങ്ങൾ ബാങ്കിൽ നിന്ന് സാലറി മാറിയ ബാങ്കുകാരുടെ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ പറയും. അപ്പോഴേ അതിലെ പ്രശ്നം ബാങ്കിൽ നിന്ന് സാലറി മാറി എടുത്തിട്ടുള്ള ബാങ്കുകാരുടെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. ഉടനെ ഇവർ ബോംബെയിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇവർ സാലറി മാറി ബാങ്കിലേക്ക് വിളിക്കും. ബാങ്കിലേക്ക് വിളിക്കുമ്പോൾ അങ്ങനെ എന്തോ ഹിന്ദിയൊക്കെ പറഞ്ഞ് സംഭവം എസ് എന്നൊക്കെ പറഞ്ഞ് അത് പുതിയ മാനേജറാണെന്ന് അയാൾ ക്ലോസ് ചെയ്തു. പിന്നെ ഇവർക്ക് ഇപ്പോൾ സാലറി കൊടുത്തില്ല, അയാൾക്ക് എന്താ അതൊന്നും ചെയ്ത് കൊടുക്കത്തില്ല ആരും. അപ്പോഴുടനെ ഇത് പിന്നെ തടസ്സമല്ല വന്നത്. അപ്പോൾ ഉടനെ ഇവൾ വീണ്ടും ഉടമ്പടി സ്ട്രോങ് ആക്കി വെച്ചും ജിൻസിനെ വിളിക്കുമ്പോൾ പറഞ്ഞ് നീ കുഴപ്പമില്ല, നിനക്ക് പരിചയമുള്ള ബാങ്കുകാരെ വിളിക്കാൻ പറയും. അപ്പോൾ പരിചയമുള്ള ബാങ്കുകാർ ഇവളുടെ അക്കൗണ്ട് ബാങ്കുകാരനെ വിളിച്ചും പറയും, സാറേ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എന്നെ സഹായിക്കണം, സാറാ ബാങ്കിലോട്ട് വിളിക്കാൻ പറയാം, ബോംബെയിലാണ്. സാറാ ബാങ്കിലോട്ട് വിളിച്ച് പറഞ്ഞ് ജിൻസി എൻ്റെ കസ്റ്റമറാണ്, അവരവിടെ സാലറി പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളതാണ് നിങ്ങളെ, അതുകൊണ്ട് അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് ഇങ്ങോട്ട് തരാൻ പറയും. അത് 24 മണിക്കൂറിനുള്ളിൽ ആ ബാലൻസ് ഷീറ്റ് കമ്പ്യൂട്ടറിൽ വരും. എന്നിട്ട് കഴിഞ്ഞാൽ അതേ പെട്ടെന്ന സംഭവങ്ങൾ. അതായത് എന്ത് തടസ്സം ഉണ്ടായാലും ഉടമ്പടിയിലാണെങ്കിൽ അമ്മ കുജിക്കണ പച്ച മഷീറ്റിന് ഒപ്പിട്ടല്ലേ ഇതിങ്ങനെ കയറി പോവും. അതിനുശേഷം അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി ഏജൻസിക്ക് കൊടുക്കും. ഏജൻസി പേപ്പറെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോഴാണ് പറഞ്ഞ്, മാഡം ഈ സംഭവം നടക്കത്തില്ല കേട്ടാ. എന്താ കാര്യം? നിങ്ങൾക്ക് 39 വയസ്സുണ്ട്. ഈ 39 വയസ്സുള്ള ആൾക്കാരെ നമ്മൾ വിസയ്ക്ക് ന്യൂസിലൻഡിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറയണത് ഇത് പക്ക റിജക്റ്റ്, അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് റിജക്റ്റഡ് ആവും. റിജക്റ്റായത് കൊണ്ട് പ്രശ്നമില്ല, ഞങ്ങളുടെ ഏജൻസിയുടെ സക്സസ് റേറ്റിംഗ് പോകും. ഗൂഗിൾ അടിച്ച് നോക്കിയിട്ട് ആൾക്കാർ ഏജൻസിനെ സെർച്ച് ചെയ്യത്തില്ലേ, ഇപ്പോൾ റേറ്റിംഗ് നോക്കുമ്പോൾ റിജക്ഷൻ റേറ്റാണ് ഇവർക്ക് കൂടുതലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന് ഇവിടേക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സക്സസ് റേറ്റ് പോകും, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യത്തില്ല എന്ന് പറയും. അത് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇവിടെ ഇവളെന്ന് അപ്പോൾ അതിനുള്ളിൽ ഇവൾ പറഞ്ഞ് ഒരു വാക്കുകൾ പറയും ഏജൻസിയോട്, ഇത് നിങ്ങൾ വിടണം, ഇല്ലെങ്കിൽ എന്നെ കത്തിക്കുത്തണ പോലെയാണ് കാര്യം. ഇത് വിട്ടാൽ പിറ്റേ ആഴ്ച ഇതിന് 14 ദിവസമൊന്നും വേണ്ട, ഇത് പിറ്റേ ആഴ്ച ഇത് അവർ അംഗീകരിക്കും. എന്താ വെച്ചാൽ ഞാൻ ഉടമ്പടിയിലാണെന്ന് പറയും ഇവൾ. അതാണ് പ്രശ്നം. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രിൻസി എന്ന ലേഡി കറക്റ്റ് ദൈവ പൈതലായി കൺവേർട്ട് ചെയ്യണം. എന്താണ്? വിശ്വാസത്തിലേക്ക് വരുന്ന കണ്ടില്ലേ. അവർ ഏജൻസിയോട് പറയുന്നത് എന്താണ്? ഇത് വെച്ചാൽ ഞങ്ങളുടെ സക്സസ് റേറ്റ് പോകുമെന്ന് പറയുമ്പോഴാണ് ഏജൻസിയോട് പറയണത് ഇത് വെക്കുക, ഇത് 14 ദിവസം പോലും വേണ്ടി വരത്തില്ല, 6 ദിവസം കൊണ്ട് ശരിയാവും. കാര്യം എന്താണ്? ഞാൻ ഉടമ്പടിയിലാണ്, സഞ്ചാരി മാതാവ് എംബസി ചെല്ലുമെന്ന് പറയും. അപ്പോൾ ഇവളുടെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ അവരെടുത്ത്
പക്ഷേ അവർ അക്സെപ്റ്റ് ചെയ്തപ്പോൾ എന്നാ പറ്റിയിരിക്കണത്, ഈ 39 വയസ്സുള്ള ആളിന് അവൾ പറഞ്ഞ പോലെ 6-ാം ദിവസം വിസ അടിച്ചു വന്നു. അവൻ്റെ അകത്ത് വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എന്താ അറിയാമോ, ഇവളുടെ കൂടെ ഇൻ്റർവ്യൂവിന് പോയ ആൾക്കാരുണ്ട്, ഇവളുടെ കൂടെ ടെസ്റ്റ് എഴുതാൻ പോയ ആൾക്കാരുണ്ട്. അവരെല്ലാം നല്ല ഇംഗ്ലീഷ് മീഡിയമാണ്, അവരെല്ലാം ഫ്രഷ് ഹാൻഡ്സാണ്. അതേസമയം തന്നെ അവർക്ക് ആർക്കും വിസ ഇല്ല, ഇവൾക്ക് മാത്രമേ വിസയുള്ളൂ. ഈ സാക്ഷ്യം പ്രിൻസി ഇവിടെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് എന്താണെന്ന് അറിയാമോ, സിംഹക്കുട്ടികളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ പറഞ്ഞേ, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പോഴേ കഴിവുള്ളവരും അതുപോലെ തന്നെ മെരിറ്റുള്ള ആൾക്കാർ, അതാണ് സിംഹക്കുട്ടി എന്ന് പറയുന്നത്. സിംഹക്കുട്ടികളുണ്ടാകും, മെരിറ്റുള്ളവരുണ്ടാകും. അവർക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂ പാസ്സാകത്തില്ല, വിസ പാസ്സാകത്തില്ല. പക്ഷേ കർത്താവിനെ അവിടെ കക്ഷിയാക്കുന്നത് എന്താണ്, ഒന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പം അതാണ് ഉടമ്പടിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അതായത് ഒരു വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഒരു വിഷയം എൻ്റെ മക്കളെ, അതായത് ഒരു വിഷയം എടുത്താൽ പൊങ്ങാത്തതാകുമ്പോഴേ അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് ഉടമ്പടിയുടെ പരിധി വരുന്ന സബ്ജക്റ്റാണെന്നാണ്. സാധാരണ പ്രാർത്ഥന കൊണ്ടത് നടക്കത്തില്ലെന്ന് എൻ്റെ അർത്ഥം. എന്താ കാര്യം, അത് നമുക്ക് നമ്മുടെ കഴിവിലും നമ്മുടെ പരിധിക്കപ്പുറത്താണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, അവന് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ ജോലി ചെയ്തോ കൂടെ കൊടുത്തവർക്ക് എല്ലാവർക്കും PR കിട്ടി. അപ്പോൾ അവൻ ആകെ നിരാശയായി. ഞാൻ അപ്പോഴും അവനോട് പറഞ്ഞു, മാതാവിനെ കൈവിടരുത്, മാതാവ് നമുക്ക് തരും, നമുക്ക് ഈ കടബാധ്യതയെല്ലാം തന്നേക്കണമാണല്ലോ, എല്ലാം സഹിക്കാനുള്ള ശക്തി സഹനവും നമുക്കുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് മാതാവ് തരും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച ജോസഫച്ചൻ്റെ ടോക്ക് കേട്ട് ഞാനും എൻ്റെ ഭാര്യയുടെ പേര് മിനി എന്നാണ്, മിനിയും ഞാനും എൻ്റെ ഒരു മോനും ഉള്ളൂ എനിക്ക്. അപ്പം ഞാൻ ആ മിനിയോട് പറഞ്ഞു, മിനി സങ്കടത്തോടെ വിളിച്ച് പറഞ്ഞു, ആ ആരാധനയിൽ ഇന്ന് ഞങ്ങൾക്ക് എൻ്റെ മോന് PR തരണം, മാതാവേ തരണം എന്ന് ഞങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. 6 മണിക്ക് അവൻ വിളിച്ചു. അപ്പം ഒന്നുമില്ല, അവൻ നിരാശയിലാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, മോനെ കിട്ടും, പേടിക്കണ്ട. ഞങ്ങൾ സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ചോറുണ്ട് കിടന്നു. 10:30 ഫോൺ വരികയാണ്, എൻ്റെ മോൻ വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്തപ്പോൾ തന്നെ അവനെ കണ്ടപ്പോൾ തന്നെ അവൻ എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. അവന് എല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞ് അവന് PR-നുള്ള അപ്രൂവ്ഡ് എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് മാതാവ് അങ്ങനെ തന്നു. ആ മാതാവിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് ഗിരിജ, ഞാൻ മണ്ണഞ്ചേരി പൊന്നാട് നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ഡിസംബർ 22 ഉടമ്പടി എടുത്തത്. ഞാൻ വെച്ച നിയോഗം എന്ന് പറഞ്ഞത്, എനിക്ക് കൊറോണ വാക്സിൻ എടുത്തതിന്, അത് കൊറോണ വരുന്നതിന് മുമ്പുള്ള വാക്സിനാണ്. അത് എടുത്തതിന് ശേഷം എൻ്റെ ശരീരം മൊത്തം ഓരോ ഭാഗത്തായിട്ട് ഈ നീരിങ്ങനെ മാറി മാറി വരുമായിരുന്നു. ഈ നീര് മാറി വരുമ്പം ചില ഭാഗത്തൊക്കെ വരുമ്പോൾ അത് വേദനയാണ്. പിന്നെ അത് കഴിഞ്ഞ് കൈയുടെ പത്തിയുടെ പുറത്ത് വന്നു. അപ്പോഴിങ്ങനെ നീരിങ്ങനെ പൊങ്ങി നിൽക്കും. മരുന്ന് ചെയ്തിട്ടൊന്നും മാറിയില്ല. ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം ഞാൻ ഈ കൈയുടെ പുറത്ത് തേച്ച് ഒരു 3-4 ദിവസം അങ്ങനെ തേച്ച് അമ്മയോട് പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞപ്പോൾ ഈ നീര് പൂർണ്ണമായിട്ട് മാറി. പിന്നെ എനിക്ക് ഈ നീര് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മകൻ്റെ കുഞ്ഞ് അത് അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയം ഒരു 3 മാസമായപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞ്, എന്തോ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ 3000 രൂപയുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് അവർ എഴുതി കൊടുത്തു. ആ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറയുന്നത് എന്തോ അയങ്ങാവൈല്യം കുഞ്ഞിനുണ്ടതായിട്ട് അവർ സംശയം പറഞ്ഞ് ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ മരുന്ന് കഴിക്കുന്നവന് മരുന്നും കൊടുത്ത്. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും 3 മാസം കൂടെ കഴിഞ്ഞ് 6 മാസമായപ്പോഴത്തേക്ക് വീണ്ടും അവർ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തു. അപ്പം ഞാൻ നിരന്തരം ഇങ്ങനെ ഉടമ്പടിയിൽ, അവർക്ക് വിശ്വാസമില്ല, ഞാൻ അക്രൈസ്തവയാണ്,
ഞാൻ നിരന്തരം ഇങ്ങനെ മാതാവിൻ്റെ ആ ഉടമ്പടി നിയോഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ഈ കുഞ്ഞിനെ കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്കുണ്ടെങ്കിൽ ഇതൊരു പ്രധാനമായിട്ട് അത്ഭുത സാക്ഷ്യമായിട്ട് ഞാൻ പറയണത്. കാരണം അവളാണെങ്കിൽ ഒന്നും പറയണില്ല, ഭയങ്കര കരച്ചിൽ, ഇങ്ങനെ പറയുകയും കണ്ണ് നിറയുകയും ചെയ്യണം. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം, മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചോളാം, ദൈവം മാതാവ് വഴി ആ കാര്യം നമുക്ക് സാധിച്ചൊരു കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടാകില്ല, ഞാൻ കുഞ്ഞിനെ ഈ ആൾക്കാരെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. അപ്പോൾ അതിന് അമ്മ അത് കൊണ്ടുവയ്ക്കുമോ, അത് പ്രസവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊണ്ടുവയ്ക്കുമോ എന്നുള്ളത്. അങ്ങനെ 6 മാസമായപ്പോഴത്തേക്കും വീണ്ടും സ്കാൻ ചെയ്തപ്പോഴത്തേക്കും കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. 9-ാം മാസമായപ്പോൾ നല്ലൊരു ആൺകുഞ്ഞ് 3.5 കിലോക്ക് മേളിലുണ്ടായിരുന്നവൻ ഇപ്പം അവൻ 1 വയസ്സായി. നല്ല ആരോഗ്യത്തിലൂടെ ദൈവമാതാവ് വഴി ഈശോ തന്നതിന് കൂടാനുകൂടി ഞാൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. കാരണം ദൈവത്തിൽ ആശ്രയം വെച്ചാൽ നമ്മൾ ആരും പരാജയപ്പെടില്ലെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നേ വരെയുള്ള എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഈ കൃപാസനത്തിൽ വന്നിട്ട് പ്രത്യേകം മാതാവിൻ്റെ കൃപ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിലൊക്കെ ഒരുപാട് വിഷമതകളും സാധനങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ എൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എനിക്ക് അതിശക്തമായിട്ടുള്ള ഒരു മധ്യസ്ഥത്തിലൂടെ എനിക്ക് ഒരുപാട് സമാധാനം തന്നിട്ടുണ്ടെന്നുള്ളതിന് സത്യമായ കാര്യമാണ്. അപ്പോൾ സഹനങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും, അത് ഉറപ്പാണ്, അവസാനം വരെ ഉണ്ടാകും. പക്ഷെ നമുക്ക് പിടിച്ചു കാള ശക്തി എന്ന് പറയേണ്ടത് നമ്മുടെ മാതാവ് വഴി നമുക്ക് ഈശോ തരുന്നതാണ്. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കുമ്പോഴേക്കും കുഞ്ഞക്ഷരമില്ല, എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഒരു കണ്ണട ഞാൻ വെച്ച് വായിക്കുമായിരുന്നു. ആ കണ്ണട ഒരു പ്രാവശ്യമായപ്പോൾ കാലൊടിഞ്ഞു പോയി. എങ്കിലും ആ കണ്ണട ഒരു കൈ ഒരു ഭാഗത്ത് പിടിച്ച് വെച്ചിട്ട് ഞാൻ വായിക്കും. അങ്ങനെയൊക്കെ വായിച്ചിട്ടിരുന്നപ്പോൾ ഞാൻ ഒരു ദിവസം 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ കണ്ണട ഒന്ന് മാറ്റി നോക്കാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു. അത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥമാണ് ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് വരെ ഞാൻ കണ്ണട ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് നല്ലതായിട്ട് കണ്ണട ഇല്ലാതെ വ്യക്തമായിട്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ബൈബിളാണല്ലോ ഏറ്റവും ചെറിയ അക്ഷരം, നല്ല വ്യക്തമായിട്ട് എനിക്ക് വായിക്കാൻ സാധിക്കുന്നു. എൻ്റെ ദൈവം തന്ന പരിശുദ്ധ അമ്മ വഴി, കൃപാസന അമ്മ വഴി ഉടമ്പടിയിലൂടെ തന്ന ഈ അനുഗ്രഹത്തിനെല്ലാം എൻ്റെ ദൈവത്തിനും മാതാവിനും ഞാൻ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിജോ, തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ സെൻറ്റ് മേരീസ് ഇടവാംഗമാണ്. 2019 ഡിസംബർ 29-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് 2019 മാർച്ച് 20-ാം തീയതി എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി റെസ്റ്റിലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം ഓൺലൈൻ ലൈറ്റ് അക്കാൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. തുടർന്ന് ഞാൻ പ്രാർത്ഥനയിലൊക്കെ പ്രതിഷേധ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു. പിന്നീട് എനിക്കിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കാനായിട്ട് വളരെയധികം താല്പര്യം തോന്നി. അങ്ങനെ വീട്ടുകാരെ ഒരുമിച്ച് വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ എനിക്ക് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥന വച്ചിരുന്ന 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഒരു കോടതി കേസുണ്ടായിരുന്നു. കോടതി കേസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടുകാരന്മാരെ ഒരുമിച്ച് ഒരു മീറ്റിംഗ് കൂടിയതാണ്. കൂട്ടുകാരന്മാരല്ല, എന്നിരുന്നാലും പബ്ലിക്കായിട്ട് ഒരു മീറ്റിംഗ് കൂടി. ഒരു 19 പേർക്കെതിരെ കേസെടുത്തു. ഏകദേശം ഒരു 4-5 വർഷത്തോളം കേസ് മുന്നോട്ട് പോയി. എല്ലാ മാസവും കോടതിയിൽ ഹാജരാവേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്ന സ്ഥലത്തായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിയിരുന്നില്ല. പക്ഷേ മറ്റുള്ളവരൊക്കെ അന്നത്തെ ദിവസം ലീവ് എടുക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഭയങ്കര വിഷമമായി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്ന് ഞാൻ കോടതിയിൽ കയറുന്നത്. അപ്പോൾ അന്ന് ഭയങ്കര ടെൻഷനായി. കാരണം നമ്മളെ ചെയ്യാത്തൊരു കുറ്റത്തിന് വേണ്ടിയിട്ടാണ് കോടതിയിൽ കയറി എല്ലാ മാസം ഒരു 4-5 വർഷത്തോളം പോകാമെന്ന് പറയുമ്പോൾ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പോൾ അത് നിയോഗമായിട്ട് വെച്ചിരുന്നു. തുടർന്ന് ഞങ്ങൾ 19 പേരെയും കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയൻ്റെ ഭാര്യ ഞങ്ങളുമായിട്ട് നല്ലൊരു ടേംസിലല്ലായിരുന്നു. ഞാനും വൈഫും മക്കളൊക്കെ ആയിട്ട് നല്ലൊരു ടേംസിലല്ലായിരുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. എന്നിരുന്നാലും സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നിരുന്നാലും ഒരു മാനസികമായിട്ട് വളരെ ഒരു അകൽച്ച. അപ്പോൾ എങ്കിൽ ഞങ്ങൾക്കത് വളരെ വിഷമമുണ്ടായിരുന്നു. കാരണം നമ്മളെത്ര സഹകരിച്ചാലും ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അത് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. നിയോഗത്തെ വെച്ചതിനെ തുടർന്ന് മാതാവ് അവൾക്ക് മാനസാന്തരം കൊടുക്കുകയും ഈശോ മാനസാന്തരം കൊടുത്ത് നല്ല രീതിയിൽ ഇപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങളും കുടുംബമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു.
മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു. 2 വർഷത്തിന് മേലെയായിട്ട് വാടക തന്നിരുന്നില്ല പാർട്ടിക്കാർ. അപ്പോൾ വീട് വാടകയ്ക്ക് കൊടുക്കുക, അവർ ഒഴിഞ്ഞു പോകുമെന്നുള്ള ഭയമുണ്ടായിരുന്നു. എന്നിരുന്നാലും ആ നിയോഗം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 വർഷം കഴിഞ്ഞപ്പോൾ വാടക തന്നില്ലെങ്കിലും അവർ ഒഴിഞ്ഞു പോയി. അപ്പോൾ നമുക്കത് വലിയൊരു ആശ്വാസമായി. വീടിൻ്റെ വാടക അവർ 2 വർഷം ആയിട്ട് തന്നിരുന്നില്ല വാടക. എന്നിരുന്നാലും അവർ ഒഴിഞ്ഞു മാറുകയും ആ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ദൈവം ഇടവരുത്തി. കോവിഡിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. കൂടാതെ ഞാൻ ആക്സിഡൻറ്റ് പറ്റി വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ആ കാലഘട്ടത്തിൽ വൈറ്റ് വാഷ് മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് വേണ്ട സാമ്പത്തിക മേഖലകളൊക്കെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ നടത്തി തന്നു. അതുപോലെ തന്നെ കാശുരൂപം എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയപ്പോൾ, അതിനു മുമ്പ് ഞാൻ സാക്ഷ്യം കേട്ടിരുന്നപ്പോൾ ഒരു വ്യക്തി പറഞ്ഞിരുന്നു, ആ വ്യക്തി ആ പേഴ്സിൽ കാശുരൂപം വെച്ചതിനെ തുടർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് സാമ്പത്തിക മേഖലകളിൽ സമൃദ്ധിയൊക്കെ നൽകുകയെന്ന്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ എൻ്റെ പേഴ്സിൽ കാശുരൂപം വയ്ക്കുകയും ഇന്ന് വരെ